ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ഇന്ന് ഇറക്കാൻ പോകുന്നത് റിലീസായി ദിവസങ്ങൾ കൊണ്ട് 68 മില്യൺ കാഴ്ചക്കാരുമായി ഒരാഴ്ച കൊണ്ട് ഇത്രയധികം വ്യൂസ് ഉള്ള ഷോ ആയി ഇപ്പോഴും 92 രാജ്യങ്ങളിൽ നമ്പർ 1 ആയി നിൽപ്പുള്ള സ്ക്വിഡ് ഗെയിം സീസൺ 2 നമുക്ക് സീസൺ 3 പ്രതീക്ഷിക്കാവുന്ന ചില സ്പെഷ്യൽ തിയറി വീഡിയോ ആണ്. അതിനു മുന്നേ ഒരു കാര്യം, നമ്മുടെ സീസൺ 2 എക്സ്പ്ലനേഷൻ വീഡിയോസ് എല്ലാം കോപ്പിറൈറ്റ് അടിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ എപ്പിസോഡുകൾ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിലും ചാനൽ പേജിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ സ്ക്വിഡ് ഗെയിം സീസൺ 2 വീഡിയോസ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ കാണാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി ടാബിലേക്ക് പോയാൽ അവിടെയും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രണ്ടാം സീസണിൽ നമ്മൾ കണ്ട പുതിയൊരു ക്യാരക്ടറായിരുന്നു ബോട്ട്മാനായ ക്യാപ്റ്റൻ പാർക്ക്. അന്ന് വെടിയേറ്റ് കടലിൽ വീണ ജുൻഹോയെ രക്ഷിച്ച് വർഷങ്ങളായി ഗെയിം നടക്കുന്ന ആ രഹസ്യദ്വീപ് കണ്ടെത്താൻ സഹായിച്ചുകൊണ്ടിരുന്ന ഈ ക്യാപ്റ്റൻ പാർക്ക് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ചതിയനാണെന്ന് സീസണിന്റെ അവസാനത്തോടെ റിവീൽ ആവുന്നുണ്ട്. എന്നാൽ ദ്വീപിലേക്ക് എത്തിക്കാതെ അന്വേഷണത്തെ വഴിതിരിപ്പിക്കാൻ ജുൻഹോയെ വട്ടം ചുറ്റിക്കുന്ന ഈ വിരുദ്ധൻ ദ്വീപുമായും അവിടെയുള്ള ഫ്രണ്ട്മാൻ ഉൾപ്പെടെയുള്ളവരുമായും പ്രവർത്തിക്കുന്ന ഒരു മിഡിൽ മാൻ ആണെന്ന തിയറിയുണ്ട്. ഒന്നാം സീസണിന്റെ 5ാം എപ്പിസോഡിൽ അവയവക്കടത്തിന് പിന്നിലെ പിങ്ക് സ്യൂട്ട് ധാരികൾ അവയവങ്ങൾ ഡെലിവർ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ സർജൻ പ്ലെയറോട് പെട്ടെന്ന് പണി തീർക്കാനും ബോട്ടെങ്ങാനും നേരത്തെ വിട്ടാൽ ഈ ചെയ്യുന്നതൊക്കെയും വെറുതെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ പാർക്ക് ദ്വീപിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഒരാളാണ്. അയാൾ ഇവരുമായി ചേർന്ന് രഹസ്യമായി പ്രവർത്തിക്കുന്ന അവയവക്കടത്തിലെ ഒരു കണ്ണിയും. ഇക്കഴിഞ്ഞ സീസണിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അയാളുടെ ബോട്ടിനുള്ളിൽ ഒരു കമ്പാർട്ട്മെന്റ് സൗകര്യം വരെയുണ്ട്. ദ്വീപിലെത്തി അവിടെയുള്ള സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരുവന്റെ ശരീരം ബോട്ടിലെ ഒരു ബേസ്മെന്റ് ഏരിയയിൽ സൂക്ഷിക്കുന്നത് കാണാം. മാത്രമല്ല, ഇയാൾ ജുൻഹോയെ രക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അന്ന് ഫ്രണ്ട്മാൻ ഇൻഹോ ജുൻഹോയുടെ നെഞ്ചിന് മേലെ ഷോൾഡർ സൈഡിൽ വെടിവെച്ച ശേഷം കടലിലേക്ക് പതിച്ച വിവരം മറ്റുള്ളവരറിയാതെ പാർക്കിനോട് പറഞ്ഞിരിക്കണം. ജുൻഹോയുടെ ശരീരം കണ്ടെത്തി രക്ഷിക്കാനും തുടർന്ന് അയാളെ പിന്തുടരാനും മറ്റും. ഒടുവിലായി ദ്വീപ് കണ്ടുപിടിക്കാനുള്ള സഹായാഭ്യർത്ഥനയുമായി എത്തിപ്പെട്ടപ്പോൾ ക്യാപ്റ്റൻ പാർക്ക് ഇക്കാര്യം ഇൻഹോയുടെ അടുക്കലേക്ക് എത്തിക്കുന്നത് വഴി സഹായിക്കാമെന്ന് ഏൽക്കാനും ആ ദ്വീപിൽ നിൽക്കുന്ന സ്ഥലം ഒഴിച്ച് അനന്തമായി കിടപ്പുള്ള ആ കടലിൽ വേറെ പല ഇടങ്ങളിലേക്കും എത്തിച്ച് ഡിസ്ട്രാക്ട് ചെയ്യാനും നിർദ്ദേശം നൽകിയതുമായിരിക്കാം. ഫസ്റ്റ് സീസണിൽ ഗെയിമിനിടയിൽ വെച്ച് ആഹാരവേളയിൽ തനിക്ക് പാലിഷ്ടമല്ലെന്ന് ജീഹൻ പറയുന്നത് കേട്ട് പ്ലെയർ 1 ഇല്ലാം ചിരിച്ചുകൊണ്ട് നിനക്ക് കുട്ടിക്കാലത്ത് ശരിക്കും മടി കിട്ടിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് തനിക്കും ഒരു മകനുണ്ടായിരുന്നുവെന്നും അവനും ഇതേപോലെ പാലിഷ്ടമല്ലാത്തവനായിരുന്നു എന്നും പറയുന്നു. എന്നാൽ അതേപോലെ തന്നെ രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സീനിൽ പുതിയ പ്ലെയർ 1 ഇൻഹോയും അതേ കാര്യമാണ് ചെയ്യുന്നത്. തനിക്ക് പാലിഷ്ടമല്ലെന്ന് പറഞ്ഞ് കുടിക്കാതെ ക്യാരിങ് ആയ ജുൻഹിക്ക് വെച്ച് നീട്ടുകയാണ്. ഇല്ലാമിന്റെ മകൻ എന്നുള്ളത് ഇൻഹോ തന്നെയാണെന്ന് സംശയിക്കുന്ന മറ്റു ചില സന്ദർഭങ്ങളുമുണ്ട്. ഇല്ലാം പറഞ്ഞ പാലിന്റെ കാര്യം വെച്ച് മാത്രമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്നാം സീസണിന്റെ ഒടുക്കം ഇല്ലാമിന്റെ അവസാന നിമിഷങ്ങളിൽ ആ അപ്പാർട്ട്മെന്റിൽ ഇൻഹോയെ നമുക്ക് കാണാൻ സാധിക്കും. അയാളാണ് മരിച്ചു കിടപ്പുള്ള ഇല്ലാമൻ അടുക്കിലേക്ക് എത്തി കണ്ണടപ്പിക്കുന്നത്. ജുൻഹോയും അമ്മയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ ഒന്ന് നോക്കിയാലോ. അതിലവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇൻഹോ ഒരു ദത്തുപുത്രനാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇൻഹോയുടെ അച്ഛനാകണമെന്നില്ല ജുൻഹോയുടേത്. മാത്രമല്ല, ഇല്ലാമിന്റെ പ്ലെയർ 1 സ്ഥാനത്തെത്തിയപ്പോൾ ഇൻഹോ സ്വീകരിച്ച പേര് നോക്കിയാൽ അത് ഓഹ് യാങ്കിൽ എന്നാണ്. ഓഹ് ഇല്ലാമിന്റെ അതേ സർനെയിമുള്ള പേര്. ഇൻഹോ ഇല്ലാമിന്റെ മകനാണെങ്കിൽ അയാൾ നിലവിൽ ചീഫായി ഫ്രണ്ട്മാൻ സ്ഥാനത്ത് നിൽക്കുന്നതിലും അർത്ഥമുണ്ടാകും. മറ്റൊരു ടെസ്റ്റ് ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ കറങ്ങിയ ഒരു തിയറിയായിരുന്നു സാങ്ക്യോൻ യഥാർത്ഥത്തിൽ ഇല്ലാമിന്റെ മകനാണെന്നുള്ളത്. സാങ്ക്യോന്റെ കാര്യത്തിലും നമ്മൾ അയാളുടെ കഠിനാധ്വാനിയെ അമ്മയെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. സീസൺ 3 എന്തായാലും പൊളപ്പൻ ട്വിസ്റ്റുകളും വെളിപ്പെടുത്തലുമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒടുവിലത് വന്ന് സാങ്ക്യോണും ഇൻഹോയും സഹോദരന്മാരെന്നെങ്ങാനും റിവീലായാൽ അതൊരു അന്യായ ട്വിസ്റ്റ് ആയിരിക്കും എന്നതിൽ സംശയം വേണ്ട. ഇൻഹോ ജീഹനോട് പറയുന്ന തൻ്റെ ജീവിതകഥ. അപമര്യാദയെ പെരുമാറിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇൻഹോ ജീഹനോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സുഖമില്ലാത്ത ഭാര്യ, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗർഭിണിയാണെന്ന് മനസ്സിലായി. ആ അവസ്ഥയിൽ അബോർഷൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും അവൾ തയ്യാറായില്ല. മരിച്ചു പോകുന്നെങ്കിൽ കൂടെ കുഞ്ഞിന് ജന്മം നൽകുമെന്ന വാശിയിൽ ഉറച്ചു നിന്നു. ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് പറ്റാവുന്നിടത്ത് നിന്നെല്ലാം കടം മേടിച്ചു. ഡോണറെ കിട്ടാതെ വന്നതോടെ വീണ്ടും വലിയ തുക ആവശ്യമായി വന്നപ്പോൾ പഴയ ഒരു ക്ലയന്റ് സാഹചര്യം മനസ്സിലാക്കി പണം തന്ന് സഹായിച്ചു. എന്നാൽ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥർ അത് കൈക്കൂലി എന്ന് വരുത്തി ജോലി തെറിപ്പിച്ചു. അത്രയും നാൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത ഓഫീസ് ഒരു തരി വില പോലും കൽപ്പിക്കാതെ തൂക്കിയെറിഞ്ഞു. നിലവിൽ ഭാര്യയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ പണം വേണം. ഇൻഹോയ് പറയുന്നതിൽ ചിലത് വാസ്തവമാണ്. രണ്ടാം എപ്പിസോഡിൽ ജുൻഹോയും അമ്മയും ഇൻഹോയെ പറ്റി ഇതേ കാര്യങ്ങളാണ് സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഇൻഹോ പറഞ്ഞ ഭാര്യയുടെ സാഹചര്യം സത്യമാണ്. എന്നാൽ അവർ മരണമടഞ്ഞതായി നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും കുട്ടിക്കും ആ പണം ആവശ്യമെന്ന് പറയുന്നത് ജീഹന്റെ ഉള്ളിൽ തന്നോടുള്ള സിമ്പതി വരുത്താനുള്ള ശ്രമവും. നായകൻ വില്ലനായി കഥ അവസാനിക്കുമെന്ന മറ്റൊരു ക്രൈസി തിയറി. രണ്ടാം സീസണിൽ പ്ലെയർ 456 ആയി വിജയിച്ച സാങ്ക്യോൻ ആ ഗെയിമിലേക്ക് വീണ്ടും എത്തിയതിന് പിന്നിലെ ഒരൊറ്റ ലക്ഷ്യം, അത് ആ ഗെയിമിനെ തകർക്കുക എന്നതാണ്. അതിന്റെ ക്രിയേറ്റേഴ്സിനെക്കാളും വരി ഇത് തുടർന്നു കൊണ്ടുപോകുന്ന VIPസിനോടാണ്.
അങ്ങനെ ആയിരക്കണക്കിന് ജീവനുകൾ ഇതിനോടകം തന്നെ പൊലിഞ്ഞത് കണ്ട് രസിച്ചവരെ കുടുക്കാനെത്തിയിട്ടുള്ള സാങ്കിയൻ 3-ാം സീസണിൽ ഒരു വഴിത്തിരിവിലൂടെ നിലവിലെ ഫ്രണ്ട്മാൻ ഇൻഹോയുമൊത്ത് ഒരു മുഖാമുഖം കൊമ്പുവർക്കലിലൂടെ ജയിച്ച് സ്ക്വിഡ് ഗെയിം സംഘത്തിന്റെ പുതിയ ഫ്രണ്ട്മാൻ സ്ഥാനം ഏറ്റെടുത്ത് ആ ഗെയിമിനെ വേരോടെ നശിപ്പിക്കാനുള്ള പദ്ധതി ഫ്രണ്ട്മാൻ പദവിയിൽ ഇരുന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുമെന്നതാണ് മറ്റൊരു ക്രൈസി തിയറി. തള്ളിക്കളയാൻ വരട്ടെ, ഫ്രണ്ട്മാൻ ഇൻഹോയും സാങ്കിയനെ പോലെ ഒരു കാലത്ത് ഗെയിമിലെ വിജയിയായിരുന്നു എന്നോർക്കണം. ഒടുവിലായി സീസൺ ഫിനാലയുടെ മിഡ് ക്രെഡിറ്റ്സിൽ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിമിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ കാണിക്കുന്നുണ്ട്. മുമ്പുള്ള ഗെയിമിൽ ഉണ്ടായിരുന്നത് ഒരു ഭീമൻ റോബോട്ടിക് പാവയായിരുന്നെങ്കിൽ ഇത്തവണ കാണിക്കുമ്പോൾ 2 പാവകൾ, ഒരാൺപാവയും ഒരു പെൺപാവയും. അതും 2 പാവകളും പരസ്പരം അഭിമുഖീകരിച്ച് നിൽക്കുന്നത് പോലെ. പക്ഷേ ആ 2 പാവകളും അങ്ങനെ മുഖാമുഖം നിൽക്കുന്നതിൽ ഒരു റീസൺ ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ വരും സീസണിലെ ഗെയിംസിന്റെ ചില ഹിൻസ് ഒന്ന് നോക്കാം. ആദ്യ സീസണിലെ 6 ഗെയിമുകളെ പറ്റിയും കളിക്കാർ നിൽപ്പുള്ള ആ ഹോളിൽ ഡ്രോയിങ്സായി ആലേഖനം ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിരുന്നു. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കൂടാതെ ഡാൽഗോണയും വടംവലിയും ഗോട്ടികളിയും ഗ്ലാസിൽ ചാടി കിടക്കുന്നതും സ്ക്വിഡ് ഗെയിമും അങ്ങനെയല്ല. എന്നാൽ ഇത്തവണയും അതേപോലുള്ള ആലേഖനങ്ങൾ അവിടെ ചുറ്റുമായി കാണാൻ സാധിക്കും. പുതിയ അംഗത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റും 6 ലെഗ്ഡ് പെൻറ്റാത്തലോണും മിങ്കിൾ ഗെയിമുമാണ്. ഇനി ശേഷിക്കുന്നത് 3 ഗെയിമാണ്. ഫൈനൽ 1 സ്ക്വിഡ് ഗെയിം എന്ന് നമുക്കറിയാം. എന്നാൽ അതിനു മുന്നേ വരാൻ പോകുന്ന ഗെയിമുകളെ പറ്റി അവിടെയുള്ള വാസസ്ഥലത്തെ ഭിത്തിയിലുള്ള ഡ്രോയിങ്ങിലേക്ക് നോക്കിയാൽ ഒന്ന് കൈവച്ച് തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള ഒരു ചിത്രമാണ് കാണാവുന്നത്. ഇത് മങ്കി ബാഴ്സ് എന്ന ഒരു ഗെയിം ആവാൻ സാധ്യതയുണ്ട്. കൈബലം ഉപയോഗിച്ച് ഒരു പോയിന്റിൽ നിന്നും തുടങ്ങി നിൽക്കാതെ നിശ്ചിത സമയത്തിനുള്ളിൽ മറു പോയിന്റിലേക്ക് എത്തുക. ഇത് ഏകദേശം 1-ാം സീസണിൽ കണ്ട വടംവലിയുമായി നല്ല സാമ്യമുള്ള മത്സരമായിരിക്കാം. തോൽക്കുന്നവർ ഉയർന്ന ഭാഗത്തു നിന്നും താഴേക്ക് വീണ് ചിന്നിച്ചിതർന്ന പോലുള്ളത്. മറ്റൊരു ചിത്രം നോക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഹാരി പോട്ടറിലെ ഒരു ഗെയിമാണ്. ചെസ്സിന്റെ വെള്ളയും കറുപ്പും ചതുരങ്ങൾ വഴി ഊഹിക്കാവുന്നത് വരും സീസണിൽ ഒരു ഹ്യൂമൻ ചെസ്സും ഒരുക്കിയിട്ടുണ്ടെന്നാണ്. ഹാരി പോട്ടറിൽ നമ്മളൊരു ഡെഡ്ലി ഗെയിമിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ഇത്തവണ അതുക്കും മേലെ അൾട്ടിമേറ്റ് ഡെഡ്ലി ഗെയിം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് മിഡ് ക്രെഡിറ്റ് സീനിൽ കണ്ട ആ ഗെയിമിലേക്ക് വരാം. അതൊരു പക്ഷേ സ്പെഷ്യൽ ഗെയിം ആയിരിക്കാം, അത്രയും അക്രമങ്ങൾ നടന്നതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന രീതിയിൽ. അല്ലെങ്കിൽ ശേഷിക്കുന്ന 3 ഗെയിമുകളിൽ ഒന്നുമാവാം. ഇത്തവണ 2 ബൊമ്മകളും മുഖാമുഖം നിൽക്കുന്നതിൻ്റെ കാരണമുണ്ട്. നമ്മൾ ഈ സീസണിന്റെ തുടക്കത്തിൽ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിമിൽ കളിക്കാരെ സാങ്കിയോൻ ഒരു പരിധിവരെ തോൽക്കുന്നതിൽ നിന്നും നിയന്ത്രിക്കാൻ ശ്രമിച്ചത് കണ്ടിരുന്നു. അതെങ്ങനെയെന്നാൽ ഉറക്കെ സംസാരിച്ചുകൊണ്ടും കൈ പിറകിൽ മറച്ചു വെച്ച് ആംഗ്യം കാട്ടിക്കൊണ്ടുമായിരുന്നു. മാത്രമല്ല ഒന്നിനു പിറകെ ഒന്നായി പിറകിൽ നിന്നാൽ അവരിൽ എന്തെങ്കിലും ചലനമുണ്ടായാൽ ആ പാവയ്ക്ക് ക്യാമറ കണ്ണുകളോടെ ഡിറ്റക്ട് ചെയ്യാനും കഴിയില്ല. ഇതോടെ ഗെയിമിൽ ഒരു ലൂപ്പ് ഹോളാണ് സാങ്കിൻ വെളിച്ചത്താക്കിയിട്ടുള്ളത്. ആ ഡോളിന് പിറകിലുള്ള മൂവ്മെന്റ് കണ്ടുപിടിക്കാനാണ് ഇപ്രാവശ്യം മറ്റൊരു ഡോളിനെ മുഖാമുഖം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിത്രയുമാണ് ചങ്ങായിമാരെ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. കുറച്ച് നാൾക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിന്റെ കൊറിയൻ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വഴി സീസൺ 3 ജൂൺ 27 റിലീസാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് മാസങ്ങൾക്കുള്ളിൽ അറിയാം. ഫ്രം സീരീസിലെ ലോങ് പെൻഡിങ് സ്പെഷ്യൽ വീഡിയോസ് അധികം വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള സ്പെഷ്യൽ വീഡിയോസോ മറ്റോ വേണമെങ്കിൽ അത് പറയാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു അൾട്രാ വീഡിയോയുമായി കാണുന്നതുവരെ വണക്കം.